ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഞാൻ ക്ലേ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്നും ഒരു ക്ലേ കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വിഷുവൊക്കെ അല്ലേ വരാൻ പോണേ, അപ്പോൾ അത് പ്രമാണിച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം, ആരും മറക്കല്ലേ. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, 2x ഇരുന്നിട്ട് കണ്ടോളൂ. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്നൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ട അളവിൽ നമുക്ക് ആ ക്ലേ ഒന്ന് എടുത്ത് നല്ലതുപോലെ കൂട്ടിക്കുഴച്ചങ്ങോട്ട് മറിച്ചങ്ങോട്ട് കൊടുക്കണം. ഇതേപോലെയൊക്കെ ഏകദേശം ചെയ്യുക. എന്നിട്ട് അതിനൊന്ന് നമുക്ക് പരത്താനുള്ളൊരളവിൽ നമുക്കിങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. ഇതേപോലെയൊക്കെ ഒന്ന് കൈ കൊണ്ട് വെച്ചെടുത്തിട്ട് എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഇതിനെ ഒന്ന് പരത്തി ഒന്ന് റൗണ്ടാക്കി കൊടുക്കണം. ഞാനിവിടെ എന്തോ ഒരു ഗ്ലാസ് കുപ്പിയും കൊണ്ടാണ് പരത്തി കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി നമുക്ക് എടുക്കണം. ഇതാ ഒരു റൗണ്ട് ഷേപ്പൊക്കെ അതിൻ്റെ അരികു ഭാഗമൊക്കെ ഞാനൊന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊന്ന് വേണം അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി വീണ്ടും നമ്മൾ കുറച്ച് ക്ലേ എടുത്തിട്ട് പരത്തി മറിച്ച് എടുക്കണം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കുടം ഞാൻ യൂസ് ചെയ്തത്. കുടത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫുൾ ക്ലേ വെച്ച് നന്നായി മെഴുകി അങ്ങോട്ട് നെയ്റ്റാക്കി വയ്ക്കുക. എന്നിട്ടത് മെല്ലെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക. കണ്ടോ, ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ പൊട്ടിയ ഭാഗവും ഇങ്ങനെ വിണ്ട് നിൽക്കുന്ന ഭാഗമൊക്കെ കുറച്ച് ക്ലേ ഒക്കെ എടുത്ത് വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് നല്ലതുപോലെ സ്മൂത്താക്കി ഒരു ഷേപ്പൊക്കെ ആക്കിയിട്ട് കൊടുക്കണം. ഇത് കണ്ടാൽ ഏകദേശം മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ മനസ്സിലാവണവർക്ക് മനസ്സിലാകും. അത് വീഡിയോ കണ്ടു നോക്കിക്കോളൂ. അതിൻ്റെ അറ്റ ഭാഗമൊക്കെ ഒന്ന് നൂല് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ശ്രദ്ധപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് ഇതേപോലെ ഒന്ന് വെക്കണം. ഞാൻ ആ ഒരു ഭാഗം നമുക്ക് തികഞ്ഞിട്ടില്ല. വീണ്ടും അതേപോലെ ഞാൻ ആ കുടത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് വീണ്ടും ഞാൻ അങ്ങനെ ആക്കി കൊടുത്ത് നമുക്ക് ചെറിയൊരു പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജോയിൻ്റ് ആക്കി ശരിയാക്കി നല്ല പോലെ സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇനി അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. പിന്നെ ഈ പുറഭാഗത്ത് നല്ലതുപോലെ ഷേപ്പാക്കി കൊടുക്കുക, ഉള്ളിലും പുറത്തുമൊക്കെ ഷേപ്പാക്കി കൊടുക്കുക. വീണ്ടും ഇതേപോലെ ഒന്ന് നമുക്ക് പരത്തിയിട്ട് അതിന് മേൽഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇത് എനിക്ക് ഫുള്ളായിട്ട് തികഞ്ഞൊന്നുമില്ല, വീണ്ടും ഞാൻ കുറച്ചെടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, അപ്പോൾ ആ ഭാഗം ഫിനിഷായി. ഇനി ഇത് എടുക്കാൻ പറ്റും. ഞാനിത് ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് പിടിക്കേണ്ട കൊണ്ടാണ് ഒന്ന് എടുത്ത് കാണിച്ചു തരുന്നത്. എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു നല്ലൊരു ഷേപ്പിലൊന്നും നല്ല നിൽക്കണ്, നമുക്ക് ഷേപ്പാക്കി എടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഇതേപോലെയൊക്കെ ഒന്ന് ആക്കി നമുക്കത് ഇങ്ങനെയൊന്ന് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഏകദേശം ഞാൻ ഉദ്ദേശിച്ച ഒരു ഷേപ്പ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനൊരു ഉരുളിയാണ് ഉദ്ദേശിച്ചത്. അതേപോലെ ഏകദേശം എനിക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി നമുക്ക് നല്ലതുപോലെ സ്മൂത്താക്കി ഉള്ളിലത്തെയും പുറമൊക്കെ ഒന്ന് സ്മൂത്താക്കി പിന്നെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഡ്രൈ ആയത്. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് കുറച്ച് ക്ലേ വീണ്ടും ഒന്ന് പരത്തിയെടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് വെക്കണം. അതിനും ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. വീണ്ടും ഇതേപോലെ പരത്തി ഈ ഒരു കോൽ ഷേപ്പ് ആക്കിയെടുക്കണം. എന്നിട്ട് അതിനെ കമത്തി വെച്ച് കുറച്ച് വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് അത് നല്ലതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതും ഒന്ന് ഷേപ്പൊക്കെ ഒന്നാക്കി ഒന്ന് കൊടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഒരു മോഡലും ആയല്ലോ, അതിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന ഒരു കത്തിയില്ലേ, അതുകൊണ്ടാണ് ചെയ്ത് ഷേപ്പാക്കി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പണി എന്താണെന്ന് ചോദിച്ചാൽ ആ ഗ്യാപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ സ്മൂത്താക്കിയിട്ട് അങ്ങോട്ട് എടുക്കണം. ഇനി ആ ഭാഗം നമുക്ക് ഉള്ളിലോട്ട് താഴ്ത്തി കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു ഷേപ്പാക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കിക്കോളൂ, ലാസ്റ്റ് വീഡിയോ വരെ കണ്ടു നോക്കിക്കോളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ലാസ്റ്റ് കണ്ടപ്പോൾ ചെയ്തതിൽ എന്തായാലും ഒരു ഇതുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്ലേ നമുക്ക് വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. അതായത് നമ്മൾ ക്ലേ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ക്ലേ വെള്ളത്തിൽ നിന്ന് നല്ലതുപോലെ കിട്ടില്ലേ, അതേപോലെ നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം വെച്ചാൽ മതി കേട്ടോ, കുറേ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അത് അലിഞ്ഞ് വന്നോളും. അപ്പോൾ ഇതാണ് എനിക്ക് വന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉരുളിയിലൊന്ന് അടിച്ചു കൊടുക്കണം. എന്തിനാ അടിച്ച് വെക്കണമെന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. എന്താണ്
നമ്മൾ ക്ലേ കൊണ്ട് ആ ഒരു പോർഷനൊക്കെ ഉണ്ടാക്കി അവിടെ കുറച്ച് തരിതരിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇതുകൊണ്ട് ചെയ്താൽ ആ ഒരു തരിതരിമായി നല്ല സ്മൂത്ത് ആയിക്കോളും. അപ്പോൾ ഉള്ളിലും പുറത്തും എല്ലാവിടെയും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഫുള്ളായിട്ട് നമുക്ക് അടിച്ച് ഫുള്ളായിട്ട് കഴിയണം. എല്ലാ ഭാഗത്തും ഫിനിഷ് ചെയ്തിട്ട് നല്ല പോലെ ആയിട്ട് ഇതൊന്ന് കുറച്ച് നേരം വെച്ചാൽ മതി, കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് സംഭവം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ഇതിനെ നമുക്ക് ഒരു ക്രേ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സ്മൂത്താക്കി എടുക്കണം. ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വന്നോളും, നല്ല സ്മൂത്തായിട്ട് വന്നോളും. ഇതെന്തിനാണ് വീണ്ടും ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും കൂടി ഒന്ന് സ്മൂത്താകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് മാത്രം. നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഉള്ളിലും പുറത്തും താഴെയും ഒക്കെ അങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവിടെയും സ്മൂത്ത് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇതിൽ ഒരു ചെറിയ ചെറിയ ഒരു പൊടിയൊക്കെ ഇതിൽ പറ്റിപ്പിടിക്കും. അത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ആവാത്ത അവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാം. ഞാനിവിടെ ഗോൾഡൻ കളർ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഉരുളി ഗോൾഡൻ കളറാണല്ലോ. അപ്പോൾ പെയിൻറ്റ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ പെയിൻറ്റ് ഇതിലോട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ ഞാൻ അതിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് കണ്ടപ്പോൾ ഞാനിതിൽ ഫുള്ളായിട്ട് ഉള്ളിലും പുറത്തും താഴെയും ഒക്കെ ഈ ഗോൾഡൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് എന്താ എന്നൊന്നും എനിക്കറിയില്ല, ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചാൽ ഈ പെയിൻറ്റും കൂടി അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ലുക്കായത്. അപ്പോൾ ഫുള്ളായിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. കുറച്ച് പണിയുള്ള കാര്യമാണ്, എന്നാലും ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇതൊന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ മറ്റേ നമ്മുടെ വാർണിഷില്ലേ, ഇനി വാർണിഷ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക ചോദിച്ചാൽ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷാണ് അടുത്തൊരു ഓപ്ഷൻ. പക്ഷേ ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു നെയിൽ പോളിഷ് അടിക്കുകയാണെങ്കിൽ നല്ല നമ്മുടെ ചിലവാകും. എന്ന് പറഞ്ഞാൽ ആ ഒരു കുപ്പിയിൽ അത്ര വരില്ലല്ലോ. അപ്പോൾ അതാ പെയിൻ്റ് അടിയൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഉണങ്ങാനൊന്നും സമയമൊന്നും എടുത്തിട്ടില്ല. അടിച്ച് കഴിഞ്ഞത് ഓരോ സൈഡ് മൊത്തത്തിൽ ഉണങ്ങി വന്നു. ഇത് പിന്നീട് കാണിക്കുകയൊന്നുമല്ല, ഇത് കൈയോടെ ഞാൻ കാണിക്കുകയാണ്. കയ്യിലൊന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കൈയോടെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ ആ വാർണിഷ് ഇതാണ്. ഇത് ഒരു കുപ്പി മേടിച്ചാൽ മതി, നമുക്ക് ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തിളങ്ങിയിട്ടൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ.